അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ ചോറിനും ഇഡലിക്കും ദോശയ്ക്കും എന്തിനാണേലും കൂട്ടി കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളതും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതുമാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ മുളക് ചമ്മന്തിയും തൈരും മാത്രമാണെങ്കിലും നമുക്ക് കൂട്ടി അത് മാത്രം കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ എന്നും ചോറുണ്ണുന്നതിലും കൂടുതൽ ചോറ് ഉണ്ണും. അതുപോലത്തെ ഇപ്പം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. എൻ്റെ ആവശ്യത്തിനുള്ള മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് എടുക്കുക. ഇതിപ്പോൾ ഒരു 10-12 മുളകേ ഉള്ളൂ കേട്ടോ. 12 ഉണ്ടോ ഇനി എണ്ണയില്ല കറക്റ്റായിട്ട്, ഏകദേശം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെന്നിട്ടൊരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂക്കുമ്പോൾ കരിഞ്ഞൊന്നും പോകാനായിട്ട് ഇടവരരുത്. ഇതുപോലെ വേണം നമ്മളിത് ഒന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ. വേറെ ഒരു കറി ഇതിന് വേണ്ടാന്ന് തന്നെ നമുക്ക് പറയാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു കറി ഇല്ലെങ്കിലും ഇതും തൈരൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതും തൈരും മാത്രം മതിയാവും കേട്ടോ. അപ്പം ദിവസവും അയ്യോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വെക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഒരു മുളക് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുമാതിരി മൂത്താൽ മതി. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ഇത് മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. അത് കോരിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളികൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിട്ട് കൊടുക്കേണ്ടത് കുറച്ച് കരിവേപ്പിലയാണ്. ഇനി കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കരമായിട്ട് വഴറ്റി വരേണ്ട ഒരു കാര്യവും ഇതിനില്ല. ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഉള്ളി ചെറിയ ഉള്ളി തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താൽ പോരാ. അതെടുത്തു കഴിഞ്ഞാൽ അതിനത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ചെറിയ ഉള്ളി തന്നെ നമുക്ക് വേണം കേട്ടോ. ചെറിയ ഉള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ വേണ്ട, ഒന്ന് വാടി വരുന്ന ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടോ. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലൊക്കെ ഇട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരാഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സമാധാനം. നമുക്കിപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും വൈകിട്ടിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ചമ്മന്തി അരയ്ക്കാൻ മടിയൊക്കെ ആണെങ്കിൽ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ചിലവർക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് ചിലവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ മുളകാകുമ്പോഴത്തേക്കും നന്നായിട്ട് കഴിക്കും. മനസ്സിലായോ? അപ്പം നല്ല ടേസ്റ്റായിട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും മിക്കവാറും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്നൊന്നും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് കുറച്ചപ്പോൾ. ഇന്ന് നമുക്ക് ഇഡലിയും കൂടാണ് രാവിലെ. അപ്പോൾ ഞാൻ ഓർത്തു ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യാമല്ലോ. കുറച്ച് കടല ഇരിപ്പുണ്ട്. ഇപ്പോൾ കടല വേണ്ടെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി കൂട്ടി ഇഡലി കഴിക്കാമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പം ഇത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് മതി കേട്ടോ. ഞാൻ ഈ ഉള്ളി അരിഞ്ഞെടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ എടുക്കണം നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇത് കോരിയെടുക്കട്ടെ. വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഭയങ്കരമായിട്ട് അരയണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ, എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് അരച്ചിട്ടെടുത്തിട്ട് വരാം. പിന്നെ വറുത്ത് വെച്ച എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു ശക്കലം മിച്ചം ഉണ്ടായിരുന്നു, ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ട നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? കണ്ടോ, നല്ല ടേസ്റ്റാണിതിന്. ഇപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പുമെല്ലാം നമ്മൾ ചേർത്ത ഉപ്പും പുളിയും എല്ലാം ഇതിന് കറക്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ശക്കലം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശക്കലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മുളക് ചമ്മന്തി കണ്ടോ, കണ്ടിട്ട് തന്നെ കൊതിയാകുന്നില്ലേ? നമുക്കൊരു ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എന്താ ടേസ്റ്റ്! വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഇഡലിയാണ്. അപ്പം ഇഡലിയുടെ കൂടെ നമുക്കൊരു ഇഡലി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എടുത്തിട്ട് വരട്ടെ. അപ്പം ഇഡലി എടുത്തിട്ട് വന്നു. നമുക്ക് ഇഡലിയുടെ കൂടത്തിൽ ഒരു ശകലം മുളക് ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താ ടേസ്റ്റ്! നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. ഇത് ഉണ്ടാക്കാത്തവരെല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം. രാവിലെ ഇഡലിയും ദോശയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അതുണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് ബാക്കി വരുന്നത് ഈ കുപ്പിയിലിട്ടിട്ട് അടച്ച് ഞാൻ വെക്കാൻ പോവാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇതിലേക്ക് ഇത് കോരി വെക്കാം. കുറച്ച് ഞാൻ അതിൽ തന്നെ വെച്ചു. കാരണം നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാനും ഇപ്പം കഴിക്കാനും ഒക്കെ എടുക്കാമല്ലോ. ഇപ്പം എല്ലാവരും കണ്ടോ, സൂപ്പർ മുളക് ചമ്മന്തി. ഇതുപോലൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാലും മതി, ഇരുന്നോളും കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും